ഹലോ മക്കളെ, എല്ലാവർക്കും എജുബോട്ടിന്റെ ഒരു കിടിലൻ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ഓണപരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലെ ചില കാര്യങ്ങളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ചില ട്രിക്കുകളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. The chemical formula of 2 different chlorides of ions are given below, FeCl2, FeCl3. Find the oxidation state of Fe in these compounds in which subset the last electrons of ion atom is filled. ഇനി മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഇരുമ്പിന്റെ ക്ലോറൈഡുകളുടെ 2 രാസസൂത്രങ്ങൾ താഴെ തന്നിരിക്കുന്നു, FeCl2, FeCl3. Feയുടെ ഓക്സീകരണ സംഖ്യ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഏതു സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അത് ഈസി ആയിട്ട് എജുപോർട്ടിലൂടെ കെമിസ്ട്രി ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിന് മുമ്പേ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഇത് രണ്ടും നമുക്കൊന്ന് എഴുതിയേക്കാം. FeCl2, FeCl3. ഇതിൽ Feയുടേതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് നമ്മൾ തൊട്ട് ബാക്കിലേക്ക് എഴുതുന്നു, FeCl2. ഇതിന്റെ അകത്ത് നിന്ന് നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കാൻ നോക്കുന്നു? Feയുടെ ഓക്സീകരണ സംഖ്യ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതായത് അതിനു മുമ്പേ മക്കൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ആളുകളുടെ ഓക്സിഡേഷൻ നമ്പറുകൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലോറിൻ്റെത് -1 ആണ്, ഓക്സിജൻ്റെത് -2 ആണ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെത് +1 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മക്കള് ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് പഠിക്കാം. ക്ലോറിൻ്റെത് -1, ഓക്സിജൻ്റെത് -2, അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെത് +1. ഇത്രയും വേണ്ടുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിന്റെ കണ്ടുപിടിക്കാൻ. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളതല്ലേ? നോക്കൂ മക്കളെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് Feയുടേതാണ് അല്ലെ. ചോദ്യത്തിൽ വളരെ വ്യക്തമാണ്. Feയുടെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്, അഥവാ Feയുടെ ഓക്സിജന സംഖ്യ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ക്ലോറിൻ്റെത് ഓൾറെഡി മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ക്ലോറിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കണം. ക്ലോറിൻ്റെ പഠിക്കണം, ഓക്സിജൻ്റെ പഠിക്കണം, ഹൈഡ്രജൻ്റെ പഠിക്കണം. ഒന്നുമില്ല, ഒരു 3 എണ്ണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, വളരെ തുച്ഛമായിട്ടുള്ള കാര്യം അല്ലേ. അപ്പൊ ക്ലോറിൻ്റെത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ഇവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ട് തന്നെ ക്ലോറിൻ്റെ തലയുടെ മുകളിലായിട്ട് -1 എന്നിടുന്നു അല്ലെ. ഓൾറെഡി അറിയുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. Feയുടേതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ Feയുടെ തലയുടെ മുകളിൽ X എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്തു, ക്ലോറിന്റെ മുകളിൽ നമ്മൾ ഓൾറെഡി -1 പഠിച്ചു വെച്ചു, അത് -1 എഴുതി. Fe ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതിന്റെ മുകളിൽ X കൊടുത്തു. കണ്ടുപിടിക്കാനുള്ള എലമെന്റിന്റെ മുകളിൽ നമ്മൾ X എന്ന് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്ന ഒരു രീതി കണ്ടോ നോക്കൂ. ഈ X നമുക്ക് താഴേക്ക് എഴുതാം, X അല്ലെ. ആദ്യം Feയുടെ ഓക്സീകരണ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണ സംഖ്യ എത്രയാണ്, X ആണ്. അതിൽ പ്രത്യേക നമ്പർ ഒന്നുമില്ല, കാരണം നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ക്ലോറിൻ്റെത് എഴുതണം. ക്ലോറിൻ്റെത് എഴുതാൻ പോകുമ്പോൾ നിങ്ങളൊരു പ്ലസ് ഇടുക. ആദ്യം Fe എഴുതി അടുത്ത എലമെന്റിലേക്ക്, അടുത്ത മൂലകത്തിലേക്ക് പോകുന്നോ നമ്മളൊരു പ്ലസ് അങ്ങ് ഇട്ടേക്കുക. ഓക്കെ, ഇനി ക്ലോറിന്റെ മുകളിൽ -1 മാത്രം എഴുതിയാൽ പോരാ. -1ന്റെ ഈ ക്ലോറിന്റെ തൊട്ടടിയിൽ ഒരു 2 കൂടി കാണാം അല്ലെ. അപ്പൊ -1 × 2, -1 × 2. അപ്പൊ എത്ര കിട്ടും മക്കളെ? -2 എന്ന് കിട്ടും അല്ലെ. അടിയിലും മുകളിലുമായിട്ട് നമ്പർ വരുന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഗുണിക്കണം. -1 അടിയിൽ 2, അപ്പോൾ -1നെ 2 കൊണ്ട് ഗുണിച്ചാൽ -2. അതെന്താ സാർ ഇവിടെ ഒന്നും ചെയ്യാത്തത്? ഇവിടെ X മാത്രമല്ലേ ഉള്ളൂ മക്കളെ. Feയുടെ അടിയിൽ 1 ഉണ്ട് എന്ന് വിചാരിക്കാം അല്ലെ. Feയുടെ അടിയിൽ നമ്പർ ഒന്നുമില്ല. അപ്പോൾ 1 × X എന്ന് പറഞ്ഞാൽ X തന്നെയാണ്. അതുകൊണ്ടാണ് അടിയിലും മുകളിലുമായിട്ട് നമ്പർ വരുന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, അത് ഗുണിച്ചെഴുതണം. അപ്പോൾ ഈസ് ഈക്വൽ ടു 0. ഈ 0 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Xന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. X അവിടെ വെക്കുക, -2നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ +2 റെഡി. അപ്പൊ Xന്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? +2. X എന്ന് പറഞ്ഞാൽ ആരാണ്? Fe തന്നെയല്ലേ. X എന്ന് പറഞ്ഞാൽ Feയുടെ വാല്യൂ തന്നെയല്ലേ. അപ്പൊ ആദ്യത്തേത് നമ്മൾ കണ്ടുപിടിച്ചു, റെഡിയല്ലേ. അപ്പൊ FeCl2ന്റെ അകത്ത് കണ്ടുപിടിച്ച തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നമ്മൾ FeCl3നെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ വലുതാക്കി അങ്ങോട്ട് എഴുതാം, FeCl3. വേഗം പറഞ്ഞ മക്കളെ, മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ഈസി ആയിട്ട് നമുക്ക് Feയുടെ കാണാം. Fe കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് X എന്ന് കൊടുത്തു. ക്ലോറിൻ്റെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ട് -1 എന്ന് കൊടുത്തു അല്ലെ. ഇതാണ് പഠിച്ചു വെച്ചാലുള്ള ഗുണം. ഈ 3 എണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസുകളും മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തേക്ക് നോക്കാം. Feയുടെ മുകളിൽ X അത് ഇങ്ങോട്ട് എഴുതുന്നു, പ്ലസ് ഇടുന്നു,
ക്ലോറിന്റെ മുകളിൽ -1 ഉണ്ട്. അത് മാത്രമല്ല ക്ലോറിന്റെ അടിയിൽ തന്നെയായിട്ട് 3 ഉണ്ട്. അപ്പൊ 3നെ -1 കൊണ്ട് ഗുണിക്കുക. 3 × -1 എന്ന് പറഞ്ഞാൽ -3 ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ഇടാൻ മറന്നു പോരുത് കേട്ടോ. എലമെന്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ഇടുക. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു -3നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് +3. റെഡി അല്ലേ മക്കളെ? അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എഫ് തന്നെയാണ്. അപ്പോ FeCl2ന്റെ അകത്ത് എഫിയുടെ വാല്യൂ +2ഉം FeCl3ന്റെ അകത്ത് എഫിയുടെ വാല്യൂ +3 ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എഴുതാം എഫിയുടെ വാല്യൂ. ഇവിടെ ഏതാണ്? ഫൈൻഡ് ദ ഓക്സിഡേഷൻ റേറ്റ് ഓഫ് Fe ഇൻ ദീസ് കോമ്പൗണ്ട്സ് അല്ലെ? 2 കോമ്പൗണ്ട്സിന്റെ അകത്തും നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചു. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുകളിൽ എക്സ് അടിയിലൊന്നും ഇല്ലെങ്കിൽ ആ നമ്പർ മാത്രം കൊണ്ട് എഴുതിയാൽ മതി. ഒരു എലമെന്റിന്റെ അവിടെ ക്ലോറിൻ നോക്കൂ, മുകളിലും നമ്പർ അടിയിലും നമ്പർ, മുകളിലും നമ്പർ അടിയിലും നമ്പർ, മുകളിലും നമ്പർ അടിയിലും നമ്പർ. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എക്സ് എഴുതി, ഇവിടെ -1 ഉണ്ട്, അതേ ക്ലോറിന്റെ അടിയിൽ 3 ഉണ്ട്. അപ്പോൾ -1 × 3 ദാറ്റ് ഈസ് -3. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു +2, അതിന്റെ ഉത്തരം കിട്ടി. +2 അതേപോലെ തന്നെ +3 നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്ഷെൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് അയൺ ആറ്റം ഈസ് ഫിൽഡ് അല്ലെ? ഏതിലാണ് ഏത് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്ന് നിറയുന്നത്? നമുക്ക് ഉറപ്പാണ്. ഡിഫറെന്റ് ഓക്സിഡേഷൻ അല്ലേ കാണിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ എഫിയുടെ വാല്യൂ +2 അല്ലെ? +2. ഇവിടെ അതേ എഫ് തന്നെ ഇവിടെ +3. ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആണ് കാണിക്കുന്നത്. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് കാണിക്കുന്നത്. വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥയാണ് നമുക്കറിയാം. അത് ഏത് ബ്ലോക്കാണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, അത് ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക്. അപ്പോ ഡി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് എന്നാണ് മക്കൾ എഴുതി വെക്കേണ്ടത്. ഡി സബ്ഷെൽ അല്ലെ? ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഡി സബ്ഷെൽ, അഥവാ ഡി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് റെഫർ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇത് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ =0 ഇടാൻ മറന്നു പോരുത്. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് പലരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഷുവർ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.